ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് മട്ടൺ ലെഗ് പീസ് വെച്ചിട്ടുള്ള സൂപ്പിൻ്റെ റെസിപ്പിയാണ്. പായ സൂപ്പ് എന്നും ഇതിന് പറയാറുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മട്ടൻ്റെ ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 20 ചെറിയ ഉള്ളി, അത് ചെറുതായിട്ടൊന്ന് ചതച്ചത് കേട്ടോ. അതൊരു 20ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, അതുപോലെ 2 ടീസ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ക്യൂമിനാണ് കേട്ടോ ചെറിയ ജീരകം. പിന്നെ ഒരു 3 ടീസ്പൂണ് കുരുമുളക് പൊടി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തരുതരുപ്പായി പൊടിച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കുറേ നേരം വേവിച്ചെടുക്കേണ്ടതാണ്. ഒരു 12 വിസിൽ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചൊന്ന് ചെറുതായിട്ട്, നല്ലോണം ലോ ഫ്ലെയിമിലല്ല, ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഒരു 12 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 12 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേകാൻ ആവശ്യമുള്ളത് 4-5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 4 കപ്പാണ് ചേർത്ത് കൊടുത്തത്. 5 കപ്പ് ചേർത്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം ഒന്ന് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ച് കാര്യങ്ങളൊന്ന് ചേർക്കാനുണ്ട് കേട്ടോ ഇതിലോട്ട്. ഇതിപ്പോൾ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് സൂപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് കറിവേപ്പില, മല്ലിയില അരിഞ്ഞത്, പിന്നെ അതുപോലെ കോൺഫ്ലവർ കലക്കിയത്, ഇത്രയും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സംഭവം. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കോൺഫ്ലവർ കലക്കിയതും കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ 2 ടീസ്പൂണ് കോൺഫ്ലവർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.